നമോ ഭഗവതേ വാസുദേവായ. ഹരിമുരളീരവത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ. ഇന്ന് നമുക്ക് 7ഉം 8ഉം ശ്ലോകങ്ങൾ നോക്കാം. ശ്രീമൻ നാരായണീയം ദശകം 43 തൃണാവർത്തവധം ശ്ലോകം 7. ഗ്രാവപ്രപാദപരിപിഷ്ടഗരിഷ്ഠദേഹഭ്രഷ്ടാസു ദുഷ്ടതനുജോപരിധൃഷ്ടഹാസം ആജ്ഞാനമംബുജകരേണ ഭവന്തമേത്യ ഗോപാദധുർഗിരിവരാദിവ നീലരത്നം. ഈ ശ്ലോകം എങ്ങനെ ചൊല്ലാന്നും അതിൻ്റെ അർത്ഥവും നോക്കാം. ഗ്രാവ പ്രപാത പരിപിഷ്ട ഗരിഷ്ഠ ദേഹഭ്രഷ്ടാസു ദുഷ്ടധനുജോപരി ധൃഷ്ടഹാസം. ചേർത്ത് ചൊല്ലുമ്പോൾ ഗ്രാവപ്രപാത പരിപിഷ്ട ഗരിഷ്ഠദേഹഭ്രഷ്ടാസു ദുഷ്ടധനുജോപരി ധൃഷ്ടഹാസം. നമുക്കിതിലെ വാക്കുകളുടെ അർത്ഥം നോക്കാം. ഗ്രാവപ്രപാത പരിപിഷ്ട ഗരിഷ്ഠദേഹഭ്രഷ്ടാസു ദുഷ്ടധനുജോപരി ധൃഷ്ടഹാസം. അത് ഒന്നിച്ചിട്ട് അർത്ഥം നോക്കാം. പാറയിൽ വീണു പൊടിഞ്ഞ വലിയ ശരീരത്തോടു കൂടിയവനുമായ ആ ദുഷ്ടദൈത്യൻ്റെ ശരീരത്തിൽ ധൃഷ്ടഹാസം ചിരിച്ചുകൊണ്ട്. നമുക്കിതിൽ ശ്രദ്ധിക്കാനുള്ള അക്ഷരങ്ങൾ നോക്കാം. ഗ്രാവ പ്രപാത പരിപിഷ്ട. ഷ്ട എന്നുള്ളത് ഊന്നി പറയണ്ട, അത് മൃദുവായിട്ട് പറഞ്ഞാൽ മതി. ഷാട്ട എന്നുള്ളത് പിഷ്ട. ഗരിഷ്ഠ അത് നന്നായിട്ട് ഊന്നി പറയണം. ട ഠ എന്നുള്ള വ്യത്യാസം ശ്രദ്ധിച്ചോളൂ. പരിപിഷ്ട എന്നുള്ളതിൻ്റെ ട എന്നാണ്, ഗരിഷ്ഠ എന്നുള്ളതിൻ്റെ ഠ. ട ഠ രണ്ടാമത്തെ ഠ എന്നാണത്. ദേഹഭ്രഷ്ടാസു ദേഹഭ്ര നന്നായിട്ട് ഊന്നി പറയണം. ഇവിടെ അതേപോലെ ഷ്ട എന്നുള്ളത് ഷാട്ട എന്നാണ്, ഒട്ട് മൂന്നണ്ട. ഭ്രഷ്ടാസു ദുഷ്ടധനുജോപരി ദുഷ്ട അതും ഷാട്ട എന്നാണ്, ഒട്ട് മൂന്നണ്ട. ധൃഷ്ട അവിടെയും ഷ്ട എന്നുള്ളത് ഒട്ട് മൂന്നണ്ട. ധൃ എന്നുള്ളത് നന്നായിട്ട് ഊന്നി പറയണം. ധൃഷ്ടഹാസം. അടുത്തത് ആഖ്നാനം അംബുജകരേണ ഭവന്തം ഏത്യ ഗോപാ ദധുർ ഗിരിവരാത് ഇവ നീലരത്നം. ചേർത്ത് ചൊല്ലുമ്പോൾ ആഖ്നാനമംബുജകരേണ ഭവന്തമേത്യ ഗോപാ ദധുർഗിരിവരാദിവ നീലരത്നം. നമുക്കിതിൻ്റെ അർത്ഥം നോക്കാം. ആഖ്നാനം അടിക്കുന്നവനായ, അംബുജകരേണ താമര പോലെയുള്ള കൈകൊണ്ട്, ഭവന്തം അങ്ങയെ, ഏത്യ അടുത്തെത്തിയിട്ട്, ഗോപ ഗോപന്മാർ, ദധു അവർ എടുത്തു, ഗിരിവരാത് വലിയ പർവ്വതത്തിൽ നിന്ന്, നീലരത്നം ഇവ നീലക്കല്ലെന്ന പോലെ. ഇതിൽ ശ്രദ്ധിക്കാനുള്ള അക്ഷരങ്ങൾ നോക്കാം. ആഖ്നാനം ഖ്ന എന്നുള്ളത് ഖ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. അംബുജകരേണ ബു എന്നുള്ളത് ബാലൻ എന്നൊക്കെയുള്ളതിലത്തെ ബ എന്നാണ്. ഭവന്തം എന്നുള്ളതിൻ്റെ ഭ എന്ന് നന്നായിട്ട് ഊന്നി പറയണം. ഗോപ ദധുർഗിരിവരാദിവ ദധുർ ദ്ന്ന് തേയൽത്തെ ധു എന്നുള്ളത് ധനം എന്നൊക്കെയുള്ളതിൻ്റെ ധ എന്നാണ്. ദധുർ ചേർത്ത് ചൊല്ലുമ്പോൾ 2 ഗ എന്ന് വേണം. ഗിരിവരാദിവ നീലരത്നം. നം ത് ന എന്ന് ചേർത്തിട്ട് ചൊല്ലണത് നം. ഗ്രാവപ്രപാത പരിപിഷ്ട ഗരിഷ്ഠദേഹഭ്രഷ്ടാസു ദുഷ്ടധനുജോപരി ധൃഷ്ടഹാസം ആഖ്നാനമംബുജകരേണ ഭവന്തമേത്യ ഗോപാദധുർഗിരിവരാദിവ നീലരത്നം. അടുത്തത് 8ാമത്തെ ശ്ലോകം. ഏകൈകമാശു പരിഗൃഹ്യ നിഗാമനന്ദനന്ദാദിഗോപരിരബ്ധ വിചുംബിതാംഗം ആദാതു കാമപരിശങ്കിത ഗോപനാരീ ഹസ്താംബുജ പ്രപതിതം പ്രണുമോ ഭവന്തം.
ഈ ശ്ലോകം എങ്ങനെ വായിക്കാനും അതിൻ്റെ അർത്ഥവും നോക്കാം. ഏകൈകം ആശു പരിഗൃഹ്യ നികാമ നന്ദത് നന്ദാതി ഗോപ പരിരബ്ധ വിജുംബിതാംഗം. ചേർത്ത് ചൊല്ലുമ്പോൾ ഏകൈകമാശു പരിഗൃഹ്യ നികാമനന്ദൻ നന്ദാതി ഗോപ പരിരബ്ധ വിജുംബിതാംഗം. നമുക്കിതിൻ്റെ അർത്ഥം നോക്കാം. ഏകൈകം ഓരോ അവയവത്തെയും, ആശു വേഗത്തിൽ, പരിഗൃഹ്യ പരിഗ്രഹിച്ചിട്ട്, നികാമനന്ദൻ നന്ദാതി ഗോപ പരിരബ്ധ വിജുംബിതാംഗം അത്യന്തം സന്തുഷ്ടന്മാരായ നന്ദൻ തുടങ്ങിയ ഗോപന്മാരാൽ ആലിംഗനം ചെയ്തു ചുംബിക്കപ്പെട്ട ശരീരത്തോടു കൂടിയവനും. നമുക്കിതിൽ ശ്രദ്ധിക്കാനുള്ള അക്ഷരങ്ങൾ നോക്കാം. ഏകൈകം ആശു പരിഗൃഹ്യ, ഗൃ എന്നാണ്, ഗൃഹ്യ, ഹ്യ എന്നാവാനുള്ള ചിഹ്നം ശ്രദ്ധിച്ചോളൂ. നികാമ നന്ദത്, ന ദ എന്നാണ്, നന്ദത് നന്ദാതി ഗോപ പരിരബ്ധ, എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയാനുള്ളതാണ്. വിജുംബിതാംഗം, ചുംബിതാംഗം, ബി എന്നുള്ളത് ചുംബിത, ബ എന്നൊക്കെയുള്ള ബാലെന്നുള്ളതിലത്തെ ബ എന്നാണ്, ചുംബിതാംഗം. ആദാതുകാമ പരിശങ്കിത ഗോപനാരീഹസ്താംബുജ പ്രപതിതം പ്രണുമോ ഭവന്തം. ചേർത്തു ചൊല്ലുമ്പോൾ ആദാതു കാമ പരിശങ്കിത ഗോപനാരീഹസ്താംബുജ പ്രപതിതം പ്രണുമോ ഭവന്തം. ശ്രദ്ധിക്കാനുള്ള അക്ഷരങ്ങൾ നോക്കാം. ആദാതു കാമ പരിശങ്കിത ഗോപനാരീഹസ്താംബുജ പ്രപതിതം, അത് ചേർത്ത് ചൊല്ലാനുള്ളതാണ്, ചെറിയ വരട്ടിട്ടുണ്ട്. ഹസ്താംബുജ പ്രപതിതം പ്രണുമോ ഭവന്തം, ഭ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയാനുള്ളതാണ്. ഈ രണ്ട് വരികളിലെ വാക്കുകളുടെ അർത്ഥം നോക്കാം. ആദാതു കാമ പരിശങ്കിത ഗോപനാരീ ഹസ്താംബുജ പ്രപതിതം, എടുക്കാൻ ആഗ്രഹിക്കുന്നവരെന്നു തോന്നിപ്പിക്കുന്ന ഓരോ ഗോപസ്ത്രീയുടെയും കയ്യിൽ ചാടി വീഴുന്നവനുമായ. ഭവന്തം അങ്ങയെ, പ്രണുമ ഞാൻ സ്തുതിക്കുന്നു. ഏകൈകമാശു പരിഗൃഹ്യ നികാമനന്ദൻ നന്ദാതി ഗോപ പരിരബ്ധ വിജുംബിതാംഗം. ആദാതു കാമ പരിശങ്കിത ഗോപനാരീ ഹസ്താംബുജ പ്രപതിതം പ്രണുമോ ഭവന്തം. ഹരിനാരായണ ഗോവിന്ദ, ജയ നാരായണ ഗോവിന്ദ, ഹരിനാരായണ ജയ നാരായണ ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.